നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നമ്മൾ കുറെ നാളുകളിൽ ശേഷം പിന്നെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഗൈസ് നമ്മളിൽ ഇപ്പോൾ നമ്മുടെ പോക്കിമോന്റെ പാക്ക് ഉണ്ട് ഗൈസ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. കിടിലെ ഒരു പാക്ക് ആണെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. എന്റെ സൈഡിൽ ഞെക്കി ഇതൊക്കെ എന്റെ തന്ന ആള്, അതാണ് ഞാൻ പറയുന്നില്ല ഗൈസ്, തന്ന ആള് നമ്മുടെ ഇതെല്ലാം വരച്ചുണ്ടാക്കി അയാൾക്ക് കിട്ടിയ കാർഡിൽ നിന്ന് ചിലതൊക്കെ ഇത് വച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാൻ പോവാം. ചെറുതായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സെലോ ടേപ്പ് ഉണ്ട് ഗൈസ്. നമ്മൾ ആ സെലോ ടേപ്പ് വെച്ച് ഇവൻ എങ്ങനെയാണ് അയച്ചതെന്ന് ഗൈസ് എനിക്ക് അറിയത്തില്ല. നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, ഇവിടെ നിന്ന് തുറക്കാം. നമുക്ക് പ്രോപ്പർ വേയിൽ തന്നെ തുറക്കാം ഗൈസ്. നമുക്ക് ഇതിന് എന്തൊക്കെ കിട്ടുമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും എടുത്തു നോക്കാം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് നമ്പർ എടുക്കാൻ. ഡ്രോയിങ് ഒക്കെ കിടിലാണ് ഗൈസ്. അത് രീജാതി കിടില ഡിസൈൻസ് ഒക്കെ വെച്ചാണ് ഗൈസ്. ഇതേതോ വൺ റെയർ കാർഡാണ് ഗൈസ് ഇതിലുള്ളത്. അതേതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഗൈസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാക്ക്. നമുക്ക് എല്ലാ പാക്കും ആദ്യം പുറത്തെടുത്ത് നോക്കാം. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് ഒരു എനർജിയുടെ സിമ്പിളുള്ള, എനിക്ക് തോന്നുന്നത് ഇതിൽ ആ എനർജിയിലുള്ള ടൈപ്പിലുള്ള കാർഡുകളായിരിക്കും. പിന്നെ നമുക്ക് ഇലക്ട്രിക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് അത്യാവശ്യം കാർഡ്സ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് ഇത് അങ്ങോട്ട് വയ്ക്കാം ഗൈസ്. ഇവിടെ നമ്മുടെ സ്റ്റാർ സിമ്പലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ പാക്സ് അങ്ങനെ ഇവിടെ വന്നതാണ്. ബിഗിൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഒരു പാക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കെല്ലാം എന്തായാലും എടുത്ത് ഇവിടോട്ട് വയ്ക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് അഡ്വാൻസ് എന്ന് പറഞ്ഞ അടുത്തൊരു പാക്ക് ഗൈസ്. ഡിസൈനൊക്കെ അതൊരു പൊളി ഡിസൈൻസ് ആണ് ഗൈസ്. നമുക്ക് പ്രോ എന്ന് പറഞ്ഞ പാക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പാക്ക് റിയലി കാണുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല ഗൈസ്. ഇതിന്റെ പിറകിലൊക്കെ എന്തോ എഴുതിയിട്ടുണ്ട്. യു ആർ ഹാഫ് വേ ദെയർ. വാവ്, നമ്മൾ പൊട്ടിച്ചോലി തുടങ്ങി ഗൈസ്. അതിന് ഹാഫ് വേ ദെയർ ആയി. ഓ ഗൈസ്, ഹാക്കറൊക്കെ മറ്റേ ഗോഡ് മോഡ് അതൊക്കെയാണ് ഗൈസ്. വോയിസ് മാസ്റ്റർ പലതിനും പല ഫയർ ടൈപ്പ് എന്തോ സംഭവം വരച്ചു വെച്ചേക്കാണ്. ലെജൻഡ് ആയിരിക്കാണ് ഗൈസ്. ഇനിയൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ ഡബ്ബയുടെ ആവശ്യം, നമുക്ക് ഡബ്ബ എടുത്ത് വീട്ടിൽ കളയാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഇതാണ് ഗൈസ് നമ്മുടെ പാക്കുകൾ ഗൈസ്. നമുക്ക് ഇതൊന്ന് ഓർഡറിൽ വെക്കാം ഗൈസ്, അല്ലെങ്കിൽ ചിലപ്പം മാറിപ്പോയെങ്കിൽ നമുക്കിതൊന്ന് എടുത്ത് ഓർഡറിൽ വെക്കാം. കിട്ടിയ ഓർഡറിൽ എടുത്ത് വെക്കാം. ഇതിലൂടെ വെക്കാം ഗൈസ്. അപ്പൊ ഇതിനാണ് തുടങ്ങേണ്ടത്. പക്ഷെ നമുക്ക് ആദ്യം നമ്മുടെ ഈ 3 എനർജി സംഭവങ്ങൾ നമുക്ക് നോക്കാം ഗൈസ്. ഏതെങ്കിലും റെയർ സംഭവങ്ങളെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. നിങ്ങൾക്ക് ഇതിനൊക്കെ മണി ഉണ്ടെന്ന് അറിയായിരിക്കും. ഇവിടത്തെ മണിയല്ല, ഡോളേഴ്സ് അങ്ങനെ വെച്ചതുകൊണ്ടാന്ന് അറിയായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിൽ നമുക്ക് സ്റ്റാർ സിമ്പിൾ എന്ന് തുറക്കാം. സ്റ്റാർ എന്ന് വെച്ചാൽ ഏത് എനർജി ഇട്ടാലും സ്റ്റാറിൻ്റെ കൂടെ വരുന്നതാണ്. നമുക്കിത് തുറക്കാം. ഇത് എവിടെ നിന്ന് തുറക്കുന്നതെന്നൊരു പിടിയില്ല ഗൈസ്. നമുക്കിത് വെട്ടാം ഗൈസ് തുറക്കുന്നേക്കാളും. നമ്മളിത് വെട്ടിയിട്ടുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, നമുക്ക് കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിങ് എനർജി കാർഡാണ്. നിങ്ങൾക്ക് എനർജി കാർഡൊക്കെ കണ്ടറിയാം. കിടിലായിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർട്ടിങ് നമ്മുടെ എനർജി കാർഡാണ്. നമുക്കിത് നോക്കാം ഗൈസ്. പുറകെ എന്തോ ഒരു കിടില സാധനമുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. നമ്മുടെ ട്രെയിനർ ബാരി വന്നിട്ടുണ്ട്. നമ്മുടെ ആർച്ചൻ വന്നിട്ടുണ്ട് ഗൈസ്. ആർച്ചൻ. ഓക്കെ ഗൈസ്, ആർച്ചോപ്പ് അതിന്റെ എവല്യൂഷൻ ഗൈസ്. ഇത് 2 എവല്യൂഷൻ ആണ് ഗൈസ്. ആർച്ചോപ്പ്, ഹൗല. ഓ ഗൈസ്, ഇതിന്റെ പുറകെ എന്തുകൊണ്ട്? ഓ മൈ ഗോഡ് ഗൈസ്, ഓഹോയാണ് ഗൈസ് കിട്ടിയിരുന്നത്. ഓഹോ എന്താന്ന് നിങ്ങൾക്ക് അറിയാം. RCHന് മുമ്പേ ഉള്ള ഒരു ഗോഡ് പോക്കിമോൺ ആണ് ഗൈസ്. ഇതിന്റെ ഗ്ലിറ്ററിങ് ഗൈസ്, ഇതിന്റെ പെർഫെക്ഷൻ കണ്ടോ ഗൈസ്. കിടിലം കാർഡാണ് ഗൈസ്. നമുക്ക് ഇതിനേക്കാൾ കിടിലം കാർഡ് കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം അത്രയ്ക്ക് കിടിലം ഹോളോ കാർഡാണ് ഗൈസ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓഹോയ്ക്ക് ഇതിന് എത്രയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഓഹോയ്ക്ക് എത്രയാണെന്ന് നോക്കാം. ഓഹോക്ക് ഇവിടെയുള്ള ഈ പ്രൈസ് എനിക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് ഇത് ഓഹോ നമ്മുടെ റെയർ കാർഡ് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഗൈസ്. അപ്പൊ ഈ പാക്കിന്റെ അകത്തുനിന്ന് ബാക്കി നമുക്ക് ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വെക്കാം ഗൈസ്. ഗൈസ് നമ്മൾ അടുത്ത് നമ്മുടെ ഇലക്ട്രിക് ആണ് ഗൈസ് നമ്മൾ പൊട്ടിച്ച് നോക്കാൻ പോകുന്നത്. നമുക്ക് ഇലക്ട്രിക് പൊട്ടിക്കാം. എത്ര ഡിസൈനുള്ള പേപ്പറുകളാണ് നമ്മൾ വെട്ടുന്നതെന്ന് അറിയാമോ ഗൈസ്? അധ്വാനം. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. ഇതിന്റെ ഫസ്റ്റ് എനർജി കാർഡല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു 2 കാർഡ്സ് ആണ് ഫ്രണ്ടിലോട്ട് വയ്ക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ 2 കാർഡ്സ് തന്നെയാണ്. നമ്മുടെ എനർജി, ഇലക്ട്രിക് എനർജി ഗൈസ്. ഇലക്ട്രിക്, ഇതിൽ നമുക്ക് ഇലക്ട്രിക് എനർജി കിട്ടി. ജിം ട്രെയിനർ. ഓ ഗൈസ്, ഇത് ടാഗ് ടീം ജിം ട്രെയിനർ. മാരി,
സെറോറ. പിന്നെ ഒരു സെറോറ ഗൈസ്. ഒരെണ്ണം ഹോളോ ഒരെണ്ണം നോൺ ഹോളോയോ ആണ് ഗൈസ്. ഗൈസിന്റെ പുറകെ എന്തുകൊണ്ട് ഓ മൈ ഗോഡ് ഗൈസ്, ഇതൊന്നും അത്ര കാര്യമല്ല. പക്ഷെ നമ്മൾ ഹോഹോയാണ് ഗൈസ് കിടില. നമുക്കിപ്പം മാഗ്നസോൺ വി 2 കാർഡിൽ നിന്ന് വി കിട്ടി. എന്ത് ലക്കാണെന്ന് അറിയാമോ ഗൈസ് നിങ്ങൾക്ക്? അപ്പം നമ്മുടെ മാഗ്നസോൺ കിട്ടിയിട്ടുണ്ട്. മാഗ്നസോണിന് എത്രയാണെന്ന് നമുക്ക് നോക്കാം. മാഗ്നസോണിന് ഇപ്പൊ എനിക്ക് പൈസ അറിയത്തില്ല. നമ്മൾ 2 പാക്ക് കഴിഞ്ഞു. അടുത്ത ഗൈസ് നമ്മുടെ 3ാമത്തെ പാക്കായ എടുത്തിരിക്കുകയാണ് ഗൈസ്. നമുക്കിതും കൂടെ അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ ഇതിന് ഫസ്റ്റ് ഇതല്ല. അപ്പൊ നമുക്ക് 2 കാർഡാണെന്ന് തോന്നുന്നു. ഓ ഗൈസ് 2 കാർഡ് തന്നെയാണ്. നമുക്ക് ഐ എനർജി കാർഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഐറ്റം ട്രെക്കിംഗ് ഷൂ. ഓ ഗൈസ് മ്യൂ, നിങ്ങൾക്ക് അറിയായിരിക്കും മ്യൂ മറ്റേ മ്യൂട്ടൂര ആരോ ആണ്, എനിക്കറിയില്ല എന്നേര്. മ്യൂ ഗൈസ്. അടുത്തൊക്കെ വേറെ പോക്കിമോൺസ് ഒക്കെ ഉണ്ട്. എനാമോറസ്, ക്ലഫബിൾ. ഓ ഗൈസ് മ്യൂട്ടു. ഓ മ്യൂട്ടു ഗൈസ്. മ്യൂട്ടുവിന്റെ ബേസിൽ ഞാൻ പെട്ടെന്ന് പ്രതീക്ഷയില്ല വരോന്ന് ഗൈസ്. അടുത്ത എന്തോ ആണ്. ഓ ഗൈസ് ഡിയോക്സിക്സ്. ഗൈസ് ഡിയോക്സിക്സിന്റെ ഇതിന് നല്ല വിലയാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം ഗൈസ്. $3.50 ആണ് ഈ ഒരു ഡിയോക്സിക്സ് കാർഡിന്റെ വില ഗൈസ്. ഇത് കിടിലം. ഫ്യൂഷൻ സ്ട്രൈക്ക്, സിംഗിൾ സ്ട്രൈക്ക്, റാപ്പിഡ് സ്ട്രൈക്ക് എല്ലാ സ്ട്രൈക്കും കൂടി ഒരുമിച്ചതാണ് ഗൈസ് ഇത്. അപ്പൊ നമ്മുടെ ഡിയോക്സിക്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഡിയോക്സിക്സ് ആണ് ഇതിൽ നമുക്ക് കിട്ടിയ. പിന്നെ നമുക്ക് മ്യൂട്ടു ഉണ്ട് ഗൈസ്. 2 കിടിലാണ് ഡിയോക്സിക്സ് മ്യൂട്ടു. നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഡിയോക്സിക്സ് മ്യൂട്ടു മാറ്റി വെച്ച് നമുക്ക് ഇത് അങ്ങോട്ട് വെക്കാം ഗൈസ്. നമ്മൾ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് നമ്മൾ എനർജി. അടുത്ത് നമ്മൾ ലെറ്റ് യു ബിഗിൻ വിത്ത് ദിസ് മിസ്റ്റീരിയസ് കാർഡ് ഗൈസ്. ഇവിടെ എന്തോ ലെറ്റർ ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. We represent you the fire Pokemon in this large Pokemon packs. Begin to legend cards. TCG okay. TCG ഒന്നും അല്ല ഗൈസ്, ചുമ്മാ ഇവിടെ കാർഡ് ഉണ്ട്. നമുക്ക് ഈ ലെറ്റർ അങ്ങോട്ട് ഇളക്കി മാറ്റി വെച്ചേക്കാം ഗൈസ്. ഗൈസ് അപ്പൊ നമുക്ക് അടുത്തത് നമ്മുടെ ഇത് പൊട്ടിച്ച് നോക്കണം. ലെറ്റ് യു ബിഗിൻ വിത്ത് ദിസ് മിസ്റ്റീരിയസ് കാർഡ്. ഏതാണോ എന്തോ മിസ്റ്റീരിയസ് കാർഡ് ഞാൻ കണ്ടിട്ട് ഏതൊരു കിടിലം കാർഡാണെന്ന് തോന്നുന്നു. ശാൽവി നോക്കാം ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഓ മൈ ഗോഡ് ഗൈസ്. നമുക്ക് പിക്കാച്ചു വിമാക്സ് റെയിൻബോ ഗൈസ്. എനിക്ക് തോന്നുന്നു ഇതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് കാർഡ്. ഇതിന്റെ വില എനിക്കറിയാം, നമുക്ക് നോക്കാം ഗൈസ്. ഇതിന് പിക്കാച്ചു റെയിൻബോ $77.77 മീൻസ് 7020 രൂപയാണ് ഗൈസ് നമ്മുടെ ഇവിടെ വരുന്നത്. നമ്മുടെ ഇന്ത്യയിലെ വില 7200 രൂപയാണ്. പക്ഷേ ഇന്ത്യയിൽ വിറ്റാണ് പൈസ കിട്ടത്തില്ല ഗൈസ്, അതാണ് കുഴപ്പം. എന്നാലും ഇതിന്റെ പെർഫെക്ഷൻ അതൊരു കിടില ഇത് തന്നെയാണ് ഗൈസ്. നമ്മൾ ഈ തുറന്നതിൽ ഏറ്റവും കിടിലം. ഇതിനേക്കാളും കിടിലം ബാക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അപ്പൊ നമുക്ക് ഇതും അങ്ങോട്ട് മാറ്റി റെയർ കാർഡ് വെച്ചേക്കാം. എന്നാലും ഐ ക്യാൻ ബിലീവ് ഇറ്റ് ഗൈസ്. നമ്മളെ റിയൽ പാക്കുകൾ ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ ബിഗിൻ തുറക്കാൻ പോവാണ് ഗൈസ്. TCGയെ വെട്ടിക്കൊണ്ട് നമ്മൾ തുറക്കുകയാണ് ഗൈസ്. നമ്മൾ തുറന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇത് 10 കാർഡാണ് ഗൈസ് ഉള്ളത്. നമുക്ക് അവസാനത്തെ 3 ആണെന്ന് തോന്നുന്നു. നമുക്ക് 3 മാറ്റി വെക്കാം. ഓക്കെ ഗൈസ്, നമുക്കൊരു ഹോൺ എനർജി കാർഡ് കിട്ടിയിട്ടുണ്ട്. വർക്കർ, ഗോയിഡ്രി, ടെനക്കോൾ, ഫ്ലെയിങ്സ്, ബ്ലിബഗ്, ലിറ്റ്വിക്, സ്ലാൻഡർ. ഓ ഗൈസ് റെഡിഗ്രോ. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് കിടിലം കാർഡ് തന്നെയാണ് കിട്ടിയത്. റെഡിഗ്രോ ഒരു കിടിലം കാർഡാണ് ഗൈസ്. നമ്മൾ സംഭവം മറന്നുപോയി, നമ്മൾ ഇതിന്റെ പുറകിലൊരു സാധനം എഴുതി വായിച്ചില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. ഓ ഗൈസ്, ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ് എന്നാണ് ഗൈസ്. ഇതിൽ ഓരോന്നിലും ഗൈസ് ഇതിൽ ഈ ഒരു ചിഹ്നമില്ല, പക്ഷെ ഇതിൽ കുറച്ചുണ്ട്. പക്ഷെ അടുത്തേൽ അത് ഇച്ചിരി കൂടെ കൂടിയിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, അത് പ്രത്യേക ഡിസൈനായി. ഇതിന്റെ പുറകിലും ഉണ്ട് ദർ ഇസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഫയർ. എനിക്ക് തോന്നി ഗൈസ് അത് എങ്ങനെയാന്ന് തോന്നുന്നുണ്ട്. ദർ ഇസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഫയർ. നമുക്ക് ഇതും അങ്ങ് ചെയ്ത് അൺബോക്സ് ചെയ്ത് അങ്ങ് നോക്കാം. ഓക്കെ ഗൈസ്, ഇതിൽ നിന്നും നമുക്ക് 3 മാറ്റാം. ഗൈസ് നമുക്ക് ലീഫിന്റെ എനർജി കാർഡ്, ബ്രൂണോ, ഫോബെ, മാക്വത്ത്, മിസ്റ്റർ മൈം, മാനഫി, ലെക്സിയോ. ഓ ഗൈസ് ലാപ്രസ് ഹോളോ ഗൈസ്. ഇതൊരു പ്രത്യേകതരം കാർഡാണ് ഗൈസ്, ലാപ്രസ് ഹോളോ.
ഇത് അങ്ങനെ സ്പെഷ്യൽ മണിയുള്ള കാർഡൊന്നുമല്ല, പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതിന്റെ ഫേവറേറ്റ് കാർഡാണ് ലാപ്രാസ്. അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഗൈസ്. നമ്മൾ അഡ്വാൻസ് അവിടെ കഴിഞ്ഞു ഗൈസ്. നമ്മൾ അപ്പൊ പ്രോ ആണ് ഗൈസ് എടുത്തിരിക്കുന്നത്. ദ ഫയർ ഈസ് ഫ്ലാഷിംഗ് അസൈഡ്. ഓ ഗൈസ്, ഡയലോഗ്സ് ഒക്കെ സീനാണ് ഗൈസ്. നമുക്ക് ഇതങ്ങ് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് കാർഡ് എടുക്കാണ്. ഇതിലുള്ള കാർഡൊക്കെ 10 കാർഡാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് പുറകെ 1 2 3 കാർഡ്സ് എടുക്കാം. ഓ ഗൈസ്, ഇതിന്റെ പുറകെ എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഗൈസ്. അലിസ്റ്റർ, ഫ്രോസ്ലെസ്, ചെറുബി, ടോർക്കോൾ, ഡ്രാക്ലോക്ക്, കെൽഡോ, ബിഡോഫ്. ഓ സാവറാഡ്. ഓ മൈ ഗോഡ് ഗൈസ്, ഇതൊരു സ്പെഷ്യൽ കാർഡ് എന്ന് പറയാമല്ല, കാരണം ഇത് ന്യൂ എഡിഷൻ കാർഡാണ്. റെയർ ന്യൂ എഡിഷൻ വി ആണ് ഗൈസ്. ഇതിന് എത്രയാണ് നമുക്ക് നോക്കാം ഗൈസ്. സാവുറാഡിന് $1.99 മീൻസ് ഇവിടുത്തെ 161 രൂപ ആണ് ഇതിന്റെ വില വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ബെറ്റർ ഇതാണ്, കാരണം ഇത് 3.50 ഉണ്ട്. 3.50 ഉണ്ട്, പക്ഷേ ഇത് 1 ഇതേ ഉള്ളൂ. പക്ഷേ വീണെ വെല്ലുന്ന കാർഡാണ് ഗൈസ് ഡിയോക്സിസിന്റെ. അപ്പൊ നമുക്ക് ഇതും നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം ഗൈസ്. അപ്പൊ നമുക്ക് അടുത്തത് യു ആർ ഹാഫ് വേ ദെയർ. നമ്മൾ പകുതി പാക്ക് നമ്മളിവിടെ പൊട്ടിച്ചിരിക്കുകയാണ് ഗൈസ്. ദ ഫയർ ഈസ് സ്പ്രെഡിങ് ഓവർ. ഓ ഗൈസ്, ഫയർ എല്ലായിടത്തും സ്പ്രെഡ് ആവുന്നെന്നാണ് പറയുന്നത് ഗൈസ്. നമുക്ക് ഇതും അങ്ങ് അൺബോക്സ് ചെയ്യാം. ശരി, നമുക്ക് 1 2 3 ഫ്രണ്ടിലോട്ട് മാറ്റി വെച്ചേക്കാം. അതായത് ഇതിൽ എനർജി ഇല്ല, ആവറി. പക്ഷേ ഇതൊരു കിടിലം ആവറിയാണ്. ഇത് എനിക്കറിയാം, ഇതെനിക്ക് ഒരെണ്ണം ഉണ്ട്. ഗിലാത്ത്, കാർമേൻ, ഡിയാൻസ്, ഇലക്ട്രിക്, വാഗൺ, ബോൾഫ്ലാൻ, സ്വാബ്ലു. ഓ മൈ ഗോഡ് ഗൈസ്, ഹാട്രൻസ് വിമാക്സ് ഗൈസ്. ഇതിന്റെ വില എനിക്ക് എത്രയാണെന്ന് അറിയില്ല, പക്ഷെ ഇതൊരു റെയർ കാർഡാണ് ഗൈസ്. ഇതെന്തായാലും ഈ 2 കാർഡിനെ വെല്ലുന്ന ഒരു കാർഡാണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്, ഹാട്രൻസ്. പക്ഷെ ഞാൻ അത്ര ഷോക്കായില്ലേ ഗൈസ് ഇത് കണ്ടിട്ട്. ഇതൊന്നും അല്ല. ഇനി എനിക്ക് ഇതിൽ ഏറ്റവും റെയിൻബോ വി മാക്സ് പീക്കാച്ചു ഗൈസ്. ഇതിനെ വെല്ലുന്ന കാർഡ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഇനി വരുമ്പോൾ ഉണ്ടാവാമായിരിക്കാം. നമുക്ക് ഹാട്രൻസ് ഇവിടോട്ട് മാറ്റി വയ്ക്കാം ഗൈസ്. നമ്മുടെ ഹാക്കർ എടുത്തിരിക്കുകയാണ്. ഇറ്റ് കവേർഡ് ഓൾ ദ 4 sides. ഓ ഇതിൽ 4 sides നിന്നും ഫ്ലെയിം പോവുകയാണ്, അതാണ് പറയുന്നത് ഗൈസ്. നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾ കട്ട് ഓർ ഓപ്പണിന്റെ വീഡിയോ കണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ വൾപെക്സ് നമ്മൾ വെട്ടിയിരുന്നു, അതൊരു സാഡസ്റ്റ് മൊമെന്റ് ആണ്. നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്, ഇപ്പൊ ഇതിൽ കിട്ടിയ കാർഡ് വെച്ച് നമ്മൾ കട്ട് ഓർ ഓപ്പൺ ചലഞ്ച് വെക്കണമെന്ന്. ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. നമുക്ക് ഇതിൽ നിന്നും 3 കാർഡാണ് ഗൈസ് നമ്മൾ പുറകെ വെക്കുന്നത്. ഗൈസ് നമുക്ക് വാട്ടർ എനർജി കാർഡ് കിട്ടിയിട്ടുണ്ട്. ലീഫ് കോംബോ. ഓ വോൾക്കാനോ ഗൈസ്, ഇതൊരു കിടിലം കാർഡാണ്. ഇത് റെയർ കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. ചെറുബി, പിന്നെയും ഡീപ്പർ, ഡ്രിഗോൺ. ഓ സൂപ്പർ, ഇതും ഒരു റെയർ കാർഡ്. 2 റെയർ കാർഡാണ് ഗൈസ് ഇതിലുള്ളത്. നമ്മുടെ വോൾക്കാനോണും ഹൂപ്പയും. ക്ലാരിഫൈ, ജിനെക്സ്. ഓ ഗൈസ് ബോസോഡാസ്. എനിക്കറിയാം ഗൈസ്, ഇത് നമ്മുടെ ട്രെയിനേഴ്സിലെ മെയിൻ ട്രെയിനറാണ് ബോസോഡോസ്. ഇത് ക്രിസ് ആണ് ബോസോഡോസിന്റെ. ഇതിനെത്ര നമുക്ക് നോക്കാം. ബോസോഡോസ് 1.49, എന്നാലും നമ്മുടെ ഡിയോക്സിസിന്റെ അത്ര വരത്തില്ല. $1.49 ആണ് ഗൈസ് ഇതിന്റെ ഇത്. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഗൈസ്. നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് പാക്ക്, മാസ്റ്റർ. ഫയർ ഈസ് ബേണിംഗ് ലൈക്ക് എ വൈൽഡ് ഫയർ. ഓ മൈ ഗോഡ് ഗൈസ്. ഇതിലെന്താന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഇതിലെന്തെങ്കിലും അൺപ്രഡിക്റ്റബിൾ സംഭവം, അല്ലെങ്കിൽ അത് അടുത്തതിലേക്ക് മാറ്റി വയ്ക്കാൻ നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഗൈസ്. കുറച്ചുകൂടെ വെട്ടണം ഗൈസ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓക്കെ ഗൈസ്, 1 2 3 പുറകിൽ വെച്ചിട്ടുണ്ട് നമ്മള്. ഡയന ട്രീ ഹിൽ. ഇതൊരു സ്റ്റേഡിയം ആണ്. നമുക്കിപ്പോ ഇതിൽ നിന്ന് കിട്ടിയ ഒരു സ്റ്റേഡിയം കാർഡ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഡയന ട്രീ ഹിൽ, പ്രൊഫസർ ലാവൻസ്റ്റോൺ, സ്ട്രോച്ചിനർ, കാരാബ്ലാസ്റ്റ്, സെറോറ, സൗറാഡ്, കോർപിഷ്, പാരാസ്. ഇതിന്റെ പുറകിൽ എന്തുകൊണ്ട് ഓ മൈ ഗോഡ് ഗൈസ്, ചാർസാഡ് ഹോളോ. ഇവിടെ വീനസോ ഗൈസ്. ഇത് ഞാൻ ഷോക്കായില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു പീക്കാച്ചിനേക്കാൾ ബെറ്റർ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇത് നമ്മുടെ
ഡിസൈൻസ് വെച്ച് നോക്കിയാൽ നമ്മുടെ പിക്കാച്ചു, പക്ഷെ അങ്ങനെയല്ല ഗൈസ്. ഇതിന്റെ ഇതെന്ന് വെച്ചാൽ $132.55 ആണ് ഗൈസ് ഈ ഒരു ചാർസാഡ് വീണ് വരുന്നത്. ഓ മൈ ഗോഡ്, ഐ തിങ്ക് ഇതാണ് ഒരു ലക്കിയസ്റ്റ് പാക്ക് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മുടെ മേടിക്കാൻ പോലും കിട്ടത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു, ഇത്രയും കിട്ടില്ല കാർഡ്സ് ഉള്ളത് ഗൈസ്. അപ്പൊ ഇത് നമ്മുടെ ഇവിടത്തെ വില 17,736 ആണ് ഗൈസ്. നിങ്ങളുടെ ഞാൻ ഇത് എങ്ങനെ പറയുന്നത് നോക്കട്ടെ, ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ എല്ലാം മറച്ചൊന്നും വെക്കാറില്ല ഗൈസ്. ഗൈസിന്റെ പെർഫെക്ഷൻ നോക്കൂ ഗൈസ്, എത്ര കിടിലമാണെന്ന് ഗൈസ്. ഇതിന്റെ അറ്റാക്ക് ഡാമേജ് എല്ലാം. ഓ ഇതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമുക്കിപ്പം ക്രേസിയസ്റ്റ് കാർഡ് കളക്ഷൻ ആണ് ഗൈസ് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഗൈസ്. അപ്പൊ തീർന്നിട്ടില്ല, നമ്മുടെ ലാസ്റ്റ് പാക്ക് ഇപ്പോഴും ഇവിടെ ഉണ്ട് ഗൈസ്. ലെജൻഡ്. ഇതിന്റെ പുറകിൽ എന്തോ ഉണ്ട്, ഇതിന്റെ പുറകിൽ ലെറ്റർ ഉണ്ട്, നമുക്ക് വെട്ടിയിട്ട് വായിക്കാം. ദെൻ ഫൈനലി ഇറ്റ് ബ്ലാസ്റ്റ്. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഇതിന്റെ പുറകിൽ ഇറ്റ്സ് ബേണിംഗ് ലൈക്ക് എ വൈൽഡ് ഫയർ. ചെറുതായിട്ട് തുടങ്ങി, പിന്നെ അത് സൈഡ് സ്ലാഷ് ആയി കുറച്ച്, പിന്നെ അത് നമ്മുടെ എല്ലായിടത്തും സ്പ്രെഡായി, പിന്നെ 4 സൈഡ്സിൽ നിന്ന് സ്പ്രെഡായി, പിന്നെ ഫ്ലെയിം ആയി, വൈൽഡ് ഫയർ, പിന്നെ അത് പൊട്ടിത്തെറിച്ചു. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നമ്മുടെ ഇതങ്ങോട്ട് അൺബോക്സ് ചെയ്യാം ഗൈസ്. നമ്മുടെ ലാസ്റ്റ് പാക്ക്, സംതിങ് സസ്പീഷ്യസ് ഇൻ ദിസ്. എന്നാലും കിടിലം കാർഡിൽ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. 1, 2, 3 from the back. Let's go guys. എനിക്ക് ഇത് ഫേക്ക് ആണോന്ന് അറിയത്തില്ല, കാരണം ഇത് രണ്ട് സൈഡിലോട്ടാണ് പോകുന്നത്. പിന്നെ നമുക്ക് നേരത്തെ കിട്ടിയ ഇത് ഫയർ മോഡിലോട്ടാണ്, അതെനിക്ക് അറിയത്തില്ല, നമുക്കത് നോക്കാം. ഇതില് ലീഫി ക്യാമ്പ്, കാർബിനെക് ഗൈസ്. ഫൈനൽ പാക്ക് ആണ് ഗൈസ്, എന്താണെന്ന് അറിയില്ല. ടോക്സിക് മറീപ് ക്രസില ഡട്കൾ. ഇതിന്റെ പുറകെ എന്തോ തീർന്ന ഇത് അവിടെ എന്തോ ഉണ്ട്, എനിക്കറിയാം. ഓ ഗൈസ്, ചിൻ പാവോ EX ഗ്ലിറ്ററിങ് ഗൈസ്. ചിൻ പാവോ EX അത് ഇത് എനിക്ക് എത്ര നോക്കണം. ചിൻ പാവോ 2.97 ആണ് ഗൈസ്. $2.97 എന്ന് വെച്ചാൽ ഇവിടത്തെ ഏകദേശം 240 rupees. ഓ നമ്മുടെ ലാസ്റ്റ് കാർഡാണ്, നമുക്ക് അങ്ങനെ തുറക്കേണ്ട ലാസ്റ്റ് കാർഡ്. ഇതെന്തെങ്കിലും ക്രേസി ആണോന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഓ മൈ ഗോഡ് ഗൈസ്, മ്യൂട്ടോ V-Star. ഇറ്റ്സ് അൺബിലീവബിൾ ഗൈസ്. ഇവിടെ ചാർസാൻഡ് ഫൈറ്റ് ചെയ്യുന്നു ഗൈസ്. ഓ മൈ ഗോഡ്, ഇത് ഗ്ലോയിങ് ആണെങ്കിൽ ഇതിനേക്കാളും കിടിലായിരുന്നു ഗൈസ്. ഇതിനേക്കാളും ഇതെനിക്ക് അയച്ചു തന്നവർക്ക് ഞാൻ താങ്ക് യു പറയണം, പക്ഷെ എപ്പോഴും അയാളെ പേര് പറയത്തില്ല. അയച്ചു തന്നവർക്ക് ഞാൻ താങ്ക് യു പറയാണ് ഗൈസ്. ഇത് ഐ തിങ്ക് ദിസ് ഈസ് എ ലക്കിയസ്റ്റ് പാക്ക് ഐ ഹാവ് എവർ മെറ്റ്. ഞാൻ കുറെ പാക്ക് ഇതുകൊണ്ട് മേടിച്ചിട്ടുണ്ട്, പക്ഷെ ഇതായിരിക്കും ഏറ്റവും ലക്കിയസ്റ്റ് പാക്ക് എനിക്ക് കിട്ടിയത് ഗൈസ്. ഇതിന് നമ്മുടെ ഡോളർ വെൻസ് നോക്കുകയാണെങ്കിൽ 64.89 ആണ്. എനിക്കറിയാം ഗൈസ്, ഇത് കാണാതെ തന്നെ $64.89. ഇവിടത്തെ വില നമുക്ക് നോക്കാം ഗൈസ്. 5256 ആണ് ഗൈസ് ഇതിന്റെ ഇവിടത്തെ വില ഗൈസ്. ഇതൊരു കിടില മോഡലാണ് ഗൈസ് ഇരിക്കുന്നത്. ഫസ്റ്റ് ഇത് ഇവിടെ 5000, പിന്നെ നമ്മുടെ പിക്കാച്ചു 7000, പിന്നെ നമ്മുടെ ചാർസാഡ് 10000. ഓ ഗൈസ്, 3 കിടിലം എഡിഷൻ കാർഡ്, അത് 3 ഏറെയിലുള്ള കാർഡ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗൈസ്. ഓ ഗൈസ്, നമുക്ക് ഇത്രയും റെയർ പീസ് കാർഡ്സ് ആണ് വെച്ചിട്ടിരിക്കുന്നത്. ഇത് 3 ഞാൻ സ്ലീവ് ഇട്ട് വയ്ക്കും, കാരണം ഇത് 3 എന്റെ സ്പീഷ്യസ് കാർഡാണ്. ഇത് കണ്ടിട്ട് ഞാൻ അത്ര ഇതായില്ല, കാരണം ഇതെനിക്ക് ഇപ്പോൾ, പക്ഷെ ഇത് 2 എനിക്ക് കിട്ടിയ റെയർ കാർഡ്സ് ആണ് ഗൈസ്. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ റെയർ കാർഡ്സ്, നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ കിടില 3 കാർഡ്സ് ആണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ വയ്ക്കും. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ അൺബോക്സിംഗ് വീഡിയോ മേടിച്ച് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ പോക്കിമോന്റെ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അപ്പൊ കാണുന്ന എല്ലാം ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്ന കുറെ പേരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അതെനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് എനിക്ക് എന്തായാലും ബിലീവ് ചെയ്യാൻ പറ്റുന്ന ഇത്രയും കിടിലം കാർഡ് കിട്ടുന്നത്. അപ്പൊ ഇതെനിക്ക് അയച്ചു തന്നാൽ താങ്ക് യു. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ വേണ്ടി സബ് ചെയ്യാം. അടുത്തൊരു വീഡിയോ പിന്നെ വരാം. അതുവരെ ബൈ.